ഹാപ്പി വെൽക്കം ടു SJS, The Splendid John Tours Symphony. എല്ലാവർക്കും 2025 വിമൻസ് ഡേ ആശംസകൾ. 2025 വിമൻസ് ഡേയുടെ തീം ആക്സിലറേറ്റ് ആക്ഷൻ എന്നാണ്. ഇത്രയും കാലങ്ങളായി ലോകമെമ്പാടും വുമൻ എംപവർമെന്റിനും ജെൻഡർ ഇക്വാലിറ്റിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ആ പ്രവർത്തനത്തെ ഒന്ന് ത്വരിതപ്പെടുത്തി അത് വേഗത്തിലാക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു വർഷത്തെ തീമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വിമൻ എംപവർമെന്റും ഇക്വാലിറ്റിയും ഒക്കെ പറയുമ്പോൾ സ്ത്രീകളുടെ യഥാർത്ഥ മഹത്വം എത്ര പേർക്ക് അറിയാമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. വളരെ ചുരുക്കം പേര്, അതായത് ആത്മീയമായി വളർന്ന ചുരുക്കം പേർക്ക് മാത്രമേ സ്ത്രീയുടെ മഹത്വം അറിയാവുള്ളൂ. ഇത്രയും ഭംഗിയായി ഈ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കുക സർവേശ്വരൻ. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി പരിപാലനം സ്ത്രീയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്രയും സിസ്റ്റമാറ്റിക്കായി ഇത്രയും ബൃഹത്തായ ഒരു പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ ഈശ്വരൻ മഹത്തായ ഒരു കർമ്മമാണ് സ്ത്രീയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ മഹത്വം വളരെ വലുതാണ്. എന്നാൽ ഈ ഒരു മഹത്വം ഇന്നത്തെ ഈ കാലത്ത് കൂടി അധികം ആളുകൾക്ക് അറിയാൻ പാടില്ല. പുരാതന കാലത്ത് പ്രകൃതി വളരെയേറെ ദുർഗുണം പിടിച്ചതായിരുന്നു. പർവ്വതങ്ങളും വനങ്ങളും ഒക്കെ കൂടിയ ഭൂപ്രകൃതി. ആ ഒരു സമയത്ത് ഇവിടെ ജീവൻ നയിക്കുക എന്നത് വളരെ ദുഷ്കരവുമായിരുന്നു. അക്കാലത്ത് വേട്ടയാടാനും ഭക്ഷണം സമ്പാദിക്കാനും ഒക്കെയായി പുരുഷൻ പുറത്തേക്ക് പോവുകയും സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യുകയായിരുന്നു. ആ ഒരു കാലത്തെ ഒരു കാലാവസ്ഥയ്ക്കും സാഹചര്യത്തിനും അനുസരിച്ച് പുരുഷ വർഗത്തിന് ഒരു മേൽക്കോയ്മ സ്വാഭാവികമായും കൈവന്നു. അതേസമയം സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയും മറ്റു കാര്യങ്ങൾ നോക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സ്വാഭാവികമായി ഒരു സോഫ്റ്റ് ആയ ഒരു പ്രകൃതം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയത്തും ഈ ഒരു പുരുഷന്റെ മേൽക്കോയ്മയും സ്ത്രീയുടെ എളിമയും ഒക്കെ ഒന്നു ചേർന്ന് ഒരു പരസ്പര പൂരകങ്ങളായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരിഷ്കാരം വന്നപ്പോൾ യന്ത്രങ്ങളുടെ ഉത്ഭവത്തോടു കൂടി ശാരീരികമായുള്ള ആ ഒരു കഴിവിന് പ്രാധാന്യം കുറഞ്ഞു വന്നു. ഇന്ന് എല്ലാ മേഖലകളും പുരുഷന്റെ ഒപ്പം സ്ത്രീയും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ എല്ലാ മെഷീനറിയുടെ ഉത്ഭവത്തോടു കൂടി തന്നെ അധിക ശാരീരികമായ അധ്വാനം ഇല്ലാതെ തന്നെ സ്ത്രീക്ക് എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നും സ്ത്രീക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല മേഖലകളുമുണ്ട്. അതിന് കാരണം സ്ത്രീയുടെ ശരീരപ്രകൃതിയും അവളുടെ സ്വഭാവ രീതികളുമാണ്. അതൊരിക്കലും സ്ത്രീയുടെ ബലഹീനതയല്ല. അവളെ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഒരു ജീവനെ ഉള്ളിൽ സ്വീകരിച്ച് അതിനെ പരിപാലിച്ച് അതിനെ വളർത്തുക എന്ന കർത്തവ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീക്ക് സ്വാഭാവികമായ ഒരു സോഫ്റ്റ്നെസ്സും ഒരു താഴ്ന്ന ഒരു പ്രകൃതവും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക പ്രകൃതം ഒരിക്കലും അവളുടെ ഒരു ദൗർബല്യമല്ല, അവളുടെ കുറവല്ല, അത് അവളുടെ മഹത്വമാണ്. അത് മനസ്സിലാക്കി സ്ത്രീ ഒപ്പം നിർത്താൻ പുരുഷൻ തയ്യാറായിട്ടില്ല ഇന്ന് വരെ. ഏതൊരു മേഖല നമ്മൾ എടുത്താലും അത് വ്യാവസായികമായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, മതപരമായ കാര്യങ്ങളായിക്കോട്ടെ, എല്ലായിടത്തും സ്ത്രീക്ക് ഒരു രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. അത് കുടുംബത്തില് അമ്മയ, സഹോദരി ആയിക്കോട്ടെ, മകളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, എല്ലാ വിധത്തിലും സ്ത്രീയെ ഒപ്പം നിർത്താൻ പുരുഷൻ തയ്യാറാകുന്നില്ല. വ്യാവസായികമായും ഭരണ സംവിധാനത്തിലും കുടുംബത്തിലും മതപരമായ ആചാരങ്ങളിലും ഒക്കെ അവളെ എപ്പോഴും മാറി നിൽക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ എന്നെങ്കിലും മാറിയല്ലേ പറ്റൂ. ഇത്രയൊക്കെ വളർന്ന ഈ ഒരു സാഹചര്യത്തില്, അതായത് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാത്തര മതിലുകളും ഭേദിക്കുന്ന ഒരു സമയമാണ്. എല്ലാത്തരം മതിലുകളും ഭേദിച്ച് ഒരൊറ്റ ലോകം എന്ന ഒരു സങ്കല്പം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലത്തും സ്ത്രീയെ മനസ്സിലാക്കുവാനും അവളുടെ കഴിവുകളെ അറിഞ്ഞ് ഒപ്പം നിർത്തുവാനും ആരും തയ്യാറാവുന്നില്ല. ഇത് ആരുടെയും മനഃപൂർവമായ ഒരു കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല. ഇത്രയേറെ കാലം തുടർന്ന് വന്ന ആചാരങ്ങളും ഒരു രീതികളും ഒക്കെ കൊണ്ട് സ്വാഭാവികമായി സമൂഹത്തിന് വന്നു ചേർന്ന ഒരു മാറ്റമാണത്. ഈ ഒരു രീതി പെട്ടെന്ന് മാറ്റി സമൂഹത്തിൽ ഒരിക്കലും സാധിക്കുകയില്ല. പെട്ടെന്നൊരു ദിവസം സ്ത്രീയെ തുല്യമായി കാണാനുള്ള ഒരു മാനസികാവസ്ഥ സ്ത്രീക്കും പുരുഷനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പതിയെ എല്ലാവരുടെയും മാനസികാവസ്ഥ മാറ്റിയെടുത്ത് പഴയ തെറ്റുകൾ തിരുത്തി പുതിയൊരു ജീവിതചര്യ ഉണ്ടാക്കുവാൻ എല്ലാവരും ശ്രമിക്കണം. സ്ത്രീയെ ഒപ്പം നിർത്തി അവളുടെ ബലഹീനതയെയും അവളുടെ കുറവുകളെയും ഒക്കെ മനസ്സിലാക്കി അവളെ ഒപ്പം നിർത്തി മുന്നോട്ടേക്ക് അവളെ നയിക്കുവാനുള്ള ഒരു കടമ ഏവർക്കുമുണ്ട്.
അതുപോലെ തന്നെ സ്ത്രീകളോട് എനിക്ക് പ്രത്യേകമായ ഒരു അഭ്യർത്ഥനയുള്ളത്, നാം ഒരിക്കലും സ്ത്രീയെ താഴ്ത്തി പറയുകയോ അവളെ കുറിച്ച് കാണുകയോ ചെയ്യരുത്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നാം ആയിട്ട് ഒരിക്കലും സ്ത്രീകളുടെ മഹത്വത്തെ കുറിച്ച് കാണുകയോ അവളെ തള്ളി പറയാൻ ഇടയാകരുത്. നമ്മുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം സ്ത്രീകളുടെ മഹത്വം വെളിപ്പെടുത്തുന്നതായിരിക്കണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് സ്ത്രീകൾക്കും ഭാവിയിലെങ്കിലും ഒരു സുഗമമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് സാധിക്കാനായി നമുക്ക് ശ്രമിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി വിമൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു. ആക്സിലറേറ്റ് ആക്ഷൻ. താങ്ക് യു.